കണിക്ക് വെച്ച ഫ്രൂട്ട്സ് ഒക്കെ ഒരുവിധം തീരാറേ. അതിന് മുമ്പ് നമുക്കൊരു കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഇന്നലെ ഉണ്ടാക്കാൻ വിചാരിച്ചാന്ന് കേട്ടാ. അപ്പൊ കിടി വെട്ടിയോ പോലെ കരണ്ടും പോയി. ആ ഫ്രൂട്ട്സും കഴിഞ്ഞു. ദേ ഈ പൈനാപ്പിൾ മാത്രമേ ഇല്ലൂ. നല്ല മണം ഉണ്ടായെങ്കിലും മധുരമില്ലാത്ത പായസം പോലെയായിരുന്നു പൈനാപ്പിൾ. ഒട്ടും മധുരവും ഉണ്ടായില്ല, പുളിപ്പും ഉണ്ടായില്ല, ഒരു ടേസ്റ്റും ഉണ്ടായില്ല. പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടായ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൈനാപ്പിള്, മാങ്ങ, അനാറ്, ആപ്പിള്, മുന്തിരി ഇതൊക്കെ ഉണ്ടായിട്ടും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ഡേറ്റ്സും എടുത്തിന്, പിന്നെ കുറച്ച് കസ്കസും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെയല്ലേ ഉണ്ടാക്കൂ, അതുകൊണ്ട് കുറച്ച് റിച്ച് ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കല്ലേ. ഐസ്ക്രീം ഞാൻ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയോണ്ട് ഒരുവിധം ഇന്നലെ തന്നെ തിന്നെടുത്തിന്, അതാണ് ഇത്ര ലൂസായി പോയി. ദേ ആ ഇടക്ക് വരുന്ന കൈ ആരെയാണെന്ന് പിന്നെ പറയണ്ടല്ല. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് കൂടി ഉണ്ടായതുകൊണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കെന്താ എടുത്ത് കഴിച്ചു നോക്കാം അല്ലേ. എനിക്കിപ്പം തന്നെ വായിൽ വെള്ളം വന്നു. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. കുറേ നാളായി കഴിക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ദേ വസൂട്ടിന് കൊടുത്തപ്പോൾ ദേ വേണ്ടാന്ന്. പിന്നെ മനസ്സിലായേ ആൾക്ക് ഒറ്റയ്ക്ക് ഒരു ഗ്ലാസ്സിൽ വേണമെന്ന്. ആൾക്കെടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ കഴിക്കാൻ നോക്കുമ്പോഴേക്ക് ദേ അടുത്ത ആളെ കൈ വന്ന് എൻ്റെ ഗ്ലാസ്സിലോട്ട് വന്ന് കേട്ടാ. ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്ക് ആളെടുത്തത് കുടിച്ചു തുടങ്ങി. എൻ്റെ എക്സ്പ്രഷൻ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.